അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇടം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ചെയ്യാനുള്ളതല്ല, അത് ദൈവം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്നല്ല ഇന്നലെ പറഞ്ഞത്. ഇനി ഈശോ ഇങ്ങനെയുള്ള എടുത്താൽ പൊങ്ങാത്ത കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. അതാണ് അപ്പനെ കൊണ്ട് ജയിക്കണമെന്ന് ഈശോ പറയണത്. എടുത്താൽ പൊങ്ങാത്ത കാര്യം, അതുപോലെ വലിയ കാര്യങ്ങളില്ലേ, അതെന്ത് ചെയ്യണം? അത് അപ്പനെ കൂടി അതിൻ്റെ അകത്ത് കൂട്ടി ഇറക്കണമെന്ന്. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതൊരു ഭയങ്കര രസമുള്ളൊരു ഇക്വേഷനാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം എടുത്താൽ പൊങ്ങാതെ വന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് എടുക്കണമെന്നല്ല. അതിനർത്ഥം ദൈവത്തെ ആ ലിഫ്റ്റിങ്ങിൽ പങ്കാളിയാക്കണമെന്നാണ്. അപ്പം ചില കാര്യങ്ങൾ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ ഓർക്കുകയും ഈ ഫ്രാൻസിസ് അസീസിയൊക്കെ ഇല്ലേ, 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ആ ഫ്രാൻസിസ് സേവിയർ 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ രണ്ട് കക്ഷികളും അവരുടെയൊക്കെ പേരിൽ ഇന്നും എന്തുമാത്രം അത്ഭുതങ്ങളും എന്തുമാത്രം സഭാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരാണ് ചെയ്യണത്, അതല്ല. അവരിൽ ക്രിസ്തു വസിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെ കുറച്ചൊക്കെ മരിക്കുമ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഇപ്പം നമുക്ക് കാർലോ അക്വിറ്റസ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വന്തം വിശുദ്ധനാണ്. അപ്പം അവരെന്താ ചെയ്തിരുന്നത്? എൻ്റെ ദൈവത്തിലെ ഇങ്ങനെ 60 കൊല്ലമേ 90 കൊല്ലമേ വിശ്വാസിയായി ജീവിക്കണമല്ല. അക്വിറ്റസിനൊക്കെ പോലെയൊക്കെ 15 കൊല്ലം ജീവിച്ചാൽ മതി. അത് അക്വിറ്റസൊക്കെ ഉയർത്തുന്ന ആവേശം എന്നുകൊണ്ട് നിസ്സാര ആവേശമല്ല, വെറും 15 കൊല്ലം ജീവിച്ചാൽ മതി. പക്ഷെ ജീവിക്കുമ്പോൾ അത് ഒന്നൊന്നര ജീവിതമായിരിക്കണം. അവരൊക്കെ വിശ്വാസം ഉറക്കണമെങ്കിലേ, എനിക്ക് അക്വിറ്റസിനൊക്കെ വേണ്ട 6ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസം ഉറച്ച ആൾക്കാർ. അവരതല്ലേ എല്ലാ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ദിവ്യകാരുണ്യം തലക്കടിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോൾ എന്താണ്? അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുക. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് എന്നിൽ വസിക്കുന്ന പോലെ, അല്ലേ? സുഭാഷിതം 13:22. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഈ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരിലൂടെ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണിത്. ഇനി യോഹന്നാൻ 15:7 വായിച്ചേ. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്തും ചോദിക്കാന്നൊരു അർത്ഥം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 14:10 വരുമ്പോ ഇത് ഇതല്ല. യോഹന്നാൻ 15:10 15:7 പൂർണ്ണമാകണത് 14:10 തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച്, ഇത് ഉടമ്പടിയാണ് ഈ പറഞ്ഞത് കേട്ടോ.
ഉടമ്പടി അതല്ലേ? പിതാവിൻ്റെ കൽപ്പന പാലിച്ച് പുത്രൻ ജീവിക്കുന്നു, പുത്രൻ്റെ കൽപ്പന പാലിച്ച് സഭ ജീവിക്കുന്നു, അതല്ലേ ഉടമ്പടി. അപ്പം ആ ഉടമ്പടിയിൽ എന്താ, ആ ഉടമ്പടിയുടെ റിസൾട്ട് എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അത് വലിയ പ്രവർത്തികളാണത്. അപ്പം അത് നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്താ കാര്യം? ഈശോ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഉടമ്പടിയിൽ പെർഫെക്റ്റായി കഴിയുമ്പോൾ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും, ദൈവത്തിൻ്റെ റേഞ്ചിൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ചെയ്തിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് യേശുവിനും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വന്ന് എടുത്തത് 26/6/2024 ഒരുപാട് കാര്യങ്ങൾ അമ്മ സാധിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കമ്മ സാധിച്ചു തന്നു. അതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ 75 ലക്ഷം കടവുമായിട്ടാണ് ഈ 75 ലക്ഷം കടമായിട്ട് എന്ത് ചെയ്യുമെന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നു. 50 ലക്ഷം എല്ലാം പറഞ്ഞു. എന്നിട്ടും അത് വീട് എടുക്കുന്നില്ല, എന്തോ തടസ്സങ്ങളായി. എനിക്ക് കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ജപ്തിൻ്റെ വക്കിലായിരുന്നു. കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് വിറ്റ് ഒഴിവാക്കി ഇതാക്കണമെന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നു. വൈഫ് ആദ്യം ഉടമ്പടി എടുത്തു പോയി 3 മാസമാകുമ്പോൾ പുതുക്കാൻ വേണ്ടി വന്നു നേരം ഞാനും ഉടമ്പടി എടുത്ത് ഞാനും ഇവിടുന്ന് എനക്കും ഉടമ്പടി എടുക്കണം തോന്നി. ഇത് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം, ജപമാല ഇതെല്ലാം ചെല്ലാൻ എനക്കും തോന്നി. ഞാൻ എല്ലാം പഠിച്ചു, കാണാപ്പാടം പഠിച്ചു. പിന്നെ കഴിഞ്ഞ കൊല്ലം ജപമാല റാലിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തായിരുന്നു. ജപമാല റാലിയിൽ 20 കിലോമീറ്ററോളം നടന്നു. 20 കിലോമീറ്റർ ഉണ്ടോ എന്നറിയില്ല. നടന്നു മടുത്തു, ഞാൻ ഓപ്ഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കിലോമീറ്റർ ഒന്നിച്ച് നടക്കുന്നത്. അതിൻ്റെ ഇതിൽ ഞാൻ കൊന്തയും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നടന്നു എല്ലാവരും ഒന്നിച്ച് പോയത്. ആർത്തുങ്കൽ പള്ളിയിലെത്തിയ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതനായി, മൊത്തം തളർന്നു പോയി. പിന്നെ എനിക്കൊരു തണുത്തൊരു കാറ്റ് പോലെ വന്നു, മൊത്തം ശരീരം മൊത്തം തണുത്തു. അതൊക്കെ എനിക്ക് തോന്നിയ അഭിഷേകം കിട്ടി, എനിക്ക് ബന്ധത്തിനുള്ള അഭിഷേകം കിട്ടി. പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസമായി. യേശുവിനോടും മാതാവിനോടും ഭയങ്കര വിശ്വാസമായി. പിന്നെ എൻ്റെ മതങ്ങളിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, കണ്ണൂർ തന്നെ, പയ്യാവൂർ. ആ കടകളിൽ വരുന്നവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര പത്രം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുമായിരുന്നു. ഒരു 10,000-2000 പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പത്രം കൊടുക്കൽ മാത്രമല്ല, സുവിശേഷം പറഞ്ഞു, മാതാവിനെയും യേശുവിനെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ ഞാൻ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിരും ഇങ്ങോട്ട്. ഇപ്പോൾ ഇന്നും ഞാൻ 2 പേര് അക്രൈസ്തവരെ 2 പേരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര സങ്കടം വരുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്. കുറേ ആഗ്രഹിച്ച് ഞാൻ കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്നൊരു സാക്ഷ്യം, അച്ഛൻ്റെ മുമ്പ് നിനക്കൊരു സാക്ഷ്യം പറയണം, ലോകം മുഴുവൻ അറിയട്ടെ. എന്നെ ഈശോയും മാതാവും എന്നെ പിന്നെ വീടിൻ്റെ കാര്യം പറയാം. വീട് നമ്മളൊരു സുഹൃത്ത് തന്നെ ആ വീട് എടുത്തു. 50 ലക്ഷം പറഞ്ഞ വീട് 60 ലക്ഷത്തിന് തന്നെ അവനെടുത്തു. നമ്മളെ കടങ്ങൾ 75 ലക്ഷമായിരുന്നു, 60 ലക്ഷവും കടം തീർന്നു. ഇനി 15 ലക്ഷമേ ഉള്ളൂ. പിന്നത്തെ സാക്ഷ്യം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത് പുതുക്കാൻ മാത്രമേ ഞാനും ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ എന്നിട്ട് പറഞ്ഞു, നീ കുഴിച്ചിട്ടാ ആ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി, നിൻ്റെ വീടെല്ലാം കച്ചവടമാവും. എന്നിട്ട് ഉപ്പ് തെളിച്ചു, 4 മൂലക്കും വീടിൻ്റെ 4 സൈഡിൽ ഉപ്പും തെളിച്ചു. പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കും. കടകളിലിരുന്നിട്ട് കംപ്ലീറ്റ് സമയം കിട്ടുമ്പോൾ എല്ലാം ജപമാല ചെല്ലും. എല്ലാം കംപ്ലീറ്റ് കാണാപ്പാടം എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നെ പറ്റി ഈ ബൈബിളിൽ അറിയാത്ത കാര്യങ്ങൾ സിസ്റ്റർമാരെല്ലാം കടയിൽ വരുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും.
പിന്നെ എനിക്കൊന്ന് വൈഫിൻ്റെ ജോലി ഉണ്ടായിരുന്നു. വൈഫ് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി നോക്കുമ്പം ഒരു വലിയ ഹോസ്പിറ്റലായിരുന്നു. നോക്കുമ്പോൾ 30 പേരും കാറ്റുണ്ട്. ആ ഒരാളെ സെലക്ട് ചെയ്തില്ലോ. ഞാൻ നോക്കും, ആ ഹോസ്പിറ്റലിന് മുമ്പിൽ മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവേ പറഞ്ഞ, ആ മാതാവ് എൻ്റെ വൈഫിന് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നു. ഒരു 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധങ്ങളുള്ളതാണ്. ആ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് പിറ്റത്തെ മാസം മുതൽ ജോലിക്ക് കയറിക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി. അതിൽ അവിടെ ജോലി ചെയ്ത് കൊടുക്കുന്നത്. അതും ഇവള് പിന്നെ വൈഫ് കാശ് രൂപം കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ വന്ന് ബൈബിള് വായിക്കുമ്പം ഇതും കൂടി ബൈബിള് വായിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ആവശ്യങ്ങൾ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് എപ്പോൾ എൻ്റെ ഒന്നിച്ച് തന്നെയുണ്ട്. എനിക്ക് മനസ്സിലായത് വേറൊരു കാര്യമാണ്. സാധാരണ ഞാൻ പിന്നെ നീല കാശ് രൂപമാണ് ഇടുന്ന ഉടമ്പടി എടുത്താൽ കിട്ടുന്നത്. പക്ഷേ കളർ മാറിപ്പോയി. കളർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറാണ് വന്നത്, ഒരു ഫ്രണ്ട് ബ്ലൂ ആണ്. അത് അന്നേരം തന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മൊത്തം ശരീരം കുളിരും. നമ്മൾ ആരോടും ഇത് ഞാൻ പറയും, സാക്ഷ്യങ്ങളെല്ലാം പറയും. ഈ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളും കാര്യമെല്ലാം പങ്കുവെക്കും. കുറേ ആൾ കൂടുതലും ഒന്ന് പറയാനുള്ളത്, കൂടുതലും ക്രിസ്ത്യൻസിനാണ് പത്രം മേടിക്കാനും മടി. ക്രിസ്ത്യൻസിലുള്ള എല്ലാവരും അല്ല, ചിലവർക്ക് പത്രം കൊടുക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തലും അപമാനിക്കലും. ഞാൻ എന്നിട്ട് പറയും, ഞാൻ ഒരു മുസ്ലിം എന്നിട്ട് എൻ്റെ കൊന്ത ഞാൻ കാശ് രൂപം കാണിച്ചു കൊടുത്തു തരാം. ആൾക്കാർ പത്രങ്ങൾ ചോദിച്ച് മേടിക്കും നമ്മളോട്. എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോയി അവർക്ക് മനസ്സിന് ഭയങ്കര അലട്ടും. ഞാൻ ഒരു മുസ്ലിമായി ഞാൻ ഒരു പിന്നെ പത്രം കൊടുത്തിട്ട് മേടിച്ചില്ല. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ കവറിനകത്തുണ്ടാവും. ആ കവറിൻ്റെ ഇതിൽ പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്. ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് പറയും, ക്ഷമിക്കണം, ഞാൻ സോറി, നമ്മളറിയില്ല, നിങ്ങൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം പറയണം. അത് ചില ആൾക്കാർ എന്തെങ്കിലും എന്തെങ്കിലും അച്ഛൻ വെറും ഇത് പിന്നെ അച്ഛൻ പറയുന്ന വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് പറ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇതാക്കണ്ട. ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ ഫേക്ക് ന്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാം രക്ഷിക്കണേ മാതാവേ. ഇങ്ങനെ പറയാൻ ഇവിടെ ഇവിടുന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും അത് എല്ലാവർക്കും മനസ്സിലാവും. അത് അക്രൈസ്തവരായാലും ആർക്കായാലും മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ജോലിൻ്റെ ഇതായി എൻ്റെ വീടിൻ്റെ കടങ്ങൾ മാറി. ഇപ്പോൾ ഇനി വൈഫ് ഇസ്രായേലിൽ പോകാനുള്ള ഒരു കെയർ യുവർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ വർഷം ഈ ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ അത്രയും വിശ്വാസത്തോടെ ഞാൻ പറയുന്നത്, 1 ലക്ഷം രൂപ വേണം കെയർ യുവർ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പല ആൾക്കാരും വന്നു, അല്ലെങ്കിൽ 60,000 രൂപയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കടയിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും അമ്മ എന്തോ അറിയില്ല, ഈ വൈഫിനോട് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. മൊബൈലെടുത്ത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഈ നമ്പർ കിട്ടി. അത് പേര് പറയുന്നില്ല. നമ്പർ കിട്ടി നമ്മൾ വിളിച്ചു. ആ സിസ്റ്ററെ വിളിച്ചേരാൻ പറഞ്ഞു, 6 മാസം കഴിയാണ്ട് കിട്ടൂല, ആ പേപ്പർ തരാൻ, കെയർ യുവർ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാനിങ്ങനെ എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സിസ്റ്ററോട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഒന്നുകൂടിയും വിളിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും വിളിച്ചു, സിസ്റ്ററെ എനിക്കൊന്ന് സിസ്റ്റർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ഒന്ന് കണ്ടോന്ന് പറഞ്ഞു. ഞാൻ ഇവരെയും കൂട്ടി വൈഫിനെയും കൂട്ടി അവിടെ പോയാലും സിസ്റ്റർ ആദ്യം പറഞ്ഞു, 2 മാസം കഴിയാണ്ടൊന്നും കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ അവസ്ഥയും ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറയുന്നത് സാക്ഷ്യങ്ങളായിരിക്കും ആര് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അനുഭവങ്ങൾ ആദ്യം പറയും. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എൻ്റെ കാശ് കണ്ട സിസ്റ്ററായിരുന്നു. സിസ്റ്റർക്ക് ഭയങ്കര വിഷമമായി. സിസ്റ്റർ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ വന്നിട്ട് രോഗികളെ നോക്കണം. ആയിക്കോട്ടെ എന്നാണ്, നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രോഗികളെ കുറേ ദിവസം നോക്കി. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വെറും കൈയോടെ ഇടുന്ന് ഞാൻ മടങ്ങൂല, ഒരു നേരത്തെ ഭക്ഷണം അവിടെ എല്ലാവർക്കും എൻ്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അവിടുത്തെ 50ഓളം രോഗികളുണ്ടായിരുന്നു. 50ഓളം രോഗികൾക്ക് എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്തു. സിസ്റ്റർക്ക് എല്ലാവർക്കും സന്തോഷമായി. രോഗികൾ ഒന്നിച്ച് ഫോട്ടോയിലെടുത്തു. നമ്മൾ രോഗികളെല്ലാം പരിചയപ്പെട്ടു. രോഗികളോട് പറഞ്ഞ്, ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നേരത്തെങ്കിലും ഭക്ഷണം എനിക്ക് തരാൻ പറ്റണേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇനിയിപ്പം ഇസ്രായേൽ പോകാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കെയർ യുവറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രോസസ്സ് നടന്ന് അതിന് വേണ്ടിയിട്ട്
ഇപ്പം രണ്ടാമത് നമ്മൾ പുതുക്കേണ്ട സമയമായി. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞ് വൈഫ് പുതുക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാണ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ള, ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബടി ധ്യാനം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾക്ക് കൂടും. യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാണ്ട് ഞാൻ ഷെയർ ചെയ്യും, എല്ലാം ഞാൻ ഷെയർ ചെയ്യും. പിന്നെ രാവിലത്തെ പ്രാർത്ഥന പരമാവധി ഒന്നിച്ച് അച്ഛൻ്റെ ഒന്നിച്ച് ലൈവായിട്ട് പ്രാർത്ഥിക്കും, സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ മുടങ്ങാതെ കേൾക്കും. മെയിനായിട്ട് പത്രങ്ങൾ കൊടുത്ത് ജനങ്ങളെ അവിടെ വരുന്ന കടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം ഞാൻ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വെഞ്ചരിച്ച ഫോട്ടോ കടയിൽ പതിപ്പിച്ചു. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ നോട്ട് ബൈ മെറിറ്റ് കേസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇതിനിടയ്ക്കൊരു കുടുംബ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലാസ്സിട്ട് ടേബിളിൻ്റെ അടിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര അച്ഛൻ ഇതുപോലത്തെ ഒരു അച്ഛൻ നമുക്ക് എവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല അച്ഛൻ്റെ പ്രവർത്തനം, അച്ഛൻ്റെ ആയുസ്സിനും ഇതിനും ഞാൻ എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഇത് ഫുൾ ടൈം അച്ഛൻ വർക്കാണ്. അച്ഛന് റെസ്റ്റ് ഇല്ലാതെ ഉടമ്പടി എടുത്തതിന് പിന്നെ സ്വഭാവം എനിക്ക് എല്ലാവരും സഹായിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ കടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട അവർക്ക് മാന്യമായിട്ട് കഴിക്കേണ്ട പൈസ എടുത്ത് കൊടുക്കും. രാവിലെ വന്നാൽ ചായ ഒരു കടി. നമുക്ക് എൻ്റെ മേൽ ഒരുപാട് പൈസ ഒന്നുമില്ല, മൊത്തം കടത്തിലാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം സഹായിക്കലുണ്ട്. ഇതെല്ലാം ഉടമ്പടിയിലെല്ലാം എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. റസാഖ് എന്ന ഈ സഹോദരൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സഹോദരനുണ്ടായിരുന്ന വലിയ കടബാധ്യത അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പൂർണ്ണമായി മാറ്റപ്പെടും വിധം അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ജീവിത പങ്കാളിക്ക് ഒരു ജോലി ലഭിച്ചതും മറ്റൊരു ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ്സ് വേഗത്തിലാക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ വഴി സാധ്യതകൾ തെളിഞ്ഞതിനെയുമാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഒരു അക്രൈസ്തവ മകനാണെങ്കിലും അമ്മയിലും ഈശോയിലും പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് യാതൊരു സങ്കോചവുമില്ലാതെ എല്ലാ മനുഷ്യർക്കിടയിലേക്കും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറുവാൻ സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി വ്യാപരിക്കുകയും ചിലപ്പോഴെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്ന് ആ കൃപാസനത്തിൻ്റെ പത്രം കൈമാറുമ്പോൾ നീരസം കാണിക്കുന്നതും അത് സ്വീകരിക്കുവാൻ അവർ പ്രയാസം കാണിക്കുന്നതിനെയാണ് സങ്കടമായി എഴുത്താരയിൽ സൂചിപ്പിച്ചത്. എങ്കിലും അതിനെക്കുറിച്ച് പരിഭവമില്ലാതെ ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഈശോ എന്നെ ഏറ്റുപറയുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഉടമ്പടി ജീവിതം പൂർണ്ണമായ ശ്രദ്ധയിലും സ്നേഹത്തിലും എങ്ങനെ നയിക്കുന്നുവെന്ന് സഹോദരൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അലസമായിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. എന്തും എങ്ങനെയുമാകാമെന്ന് കരുതിയൊക്കെ ജീവിക്കുന്നവർക്ക് ജീവിതം ക്രിസ്തുവിനോട് കൂടി അല്ലെങ്കിൽ അത് നാശത്തിനും ദുരന്തത്തിനും കാരണമാകുമെന്ന് നമ്മളെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ ഏതെങ്കിലും ചില പ്രാർത്ഥനകൾ ചൊല്ലുകയല്ല, ദൈവത്തിന് സ്വന്തമാകുന്നൊരു ജനതയായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടലുണ്ടാകും, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ തീഷ്ണതയും തീവ്രതയും ഉണ്ടാകും. നമ്മളെ തന്നെ ആന്തരികവും ബാഹ്യവുമായി ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ നിരന്തരമായി നാം പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം കാര്യസാധ്യത്തിൻ്റെ ജീവിതം അല്ല, മറിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിൽ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവൻ അനേകർക്കിന്നും അത്ഭുതങ്ങളിലൂടെ അവൻ്റെ അടയാളങ്ങളിലൂടെ ജീവിതവും ജീവിത മാർഗങ്ങളും തെളിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.
അമ്മ മാതാവ് കൂടെ നിന്ന് തിരുക്കുമാരനിൽ നിന്നും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ സമയച്ചുരുക്കത്തിൽ അനുവദിച്ച് തരികയും ചെയ്യും. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ വിശ്വാസ ബോധ്യങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി വിശുദ്ധാൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനുപമ ജെയ്സൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് പുറത്തൂർ ആലപ്പാട് അംഗമാണ്. ഇതെൻ്റെ അപ്പൻ ജെയ്സൺ, ഇതെൻ്റെ അമ്മ ലിസി. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പനാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത്. ഏകദേശം ഞങ്ങൾ താമസിച്ചിരുന്ന ഭവനത്തിന് 50 കൊല്ലത്തോളം പഴക്കമുണ്ടായിരുന്നു. ഒട്ടും വാസയോഗ്യമായിട്ടുള്ളൊരു ഭവനമായിരുന്നില്ല ഞങ്ങളുടെ. വെള്ളപ്പൊക്കത്തിന് ശേഷം തീരെ അതിലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റകുറ്റപ്പണികൾ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും ഒട്ടും ഞങ്ങൾക്ക് താമസിച്ച് പോരാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഉടമ്പടി എടുത്തതൊക്കെ. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുറേ നാൾ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് വീടിന് 4 അതിരുകളിലും ഞങ്ങൾ വെതറി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും സാമ്പത്തികമായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങനെ വീട് പണി തുടങ്ങും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്കൊരു ഭവനം തരിക എന്നതായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2023 2 കുറി അടുപ്പിച്ച് 2 കുറി 10 ലക്ഷത്തിൻ്റെ 2 കുറി ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ഒരു അടയാളം കിട്ടി. അമ്മ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ ഭവനം, ഞങ്ങൾക്ക് ഒരു ഭവനം വേണമെന്ന് അമ്മയുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടി. പിന്നീടും ഞങ്ങൾക്ക് ഒരു അടയാളം കൂടി വേണം എന്നുള്ളത് ഒരിതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടിയും പ്രാർത്ഥിച്ചു. ഉപ്പ് വെതറി 4 സ്ഥലത്തും 4 അതിരിലും ഉപ്പ് വെതറി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ, ഇത് ഞങ്ങൾക്ക് യോഗ്യത തന്നെ ഉള്ളതാണോ എന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് തരണേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീട് പൊളിക്കാൻ വന്ന ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്ക് വീട് പൊളിക്കാൻ വന്നിട്ടുള്ള ആൾ. അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. 2024 മാർച്ച് 13 ഞങ്ങളുടെ വീടിന് കല്ലിടലായിരുന്നു. ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, കാശുരൂപം ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തറക്കല്ലിട്ടത്. 1 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടിയെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഓരോ ആവശ്യത്തിനും ഓരോ ഇതിനും ഞങ്ങളുടെ അമ്മ ഈശോയും ഞങ്ങൾക്ക് കൃത്യസമയത്ത് ആളുകളിലൂടെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം, അങ്ങനത്തെ ഇത് പാടില്ല അമ്മയെന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ അടുത്ത്. അതുവഴി ഞങ്ങളുടെ തന്നെ പൈസ കൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഭവനം പണിയാൻ വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തന്നു. ഇപ്പോൾ കഴിഞ്ഞ 2025 നവംബർ 22 ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അമ്മയ്ക്കും ദൈവത്തിനും 1000 നന്ദി. രണ്ടാമത് എൻ്റെ അപ്പൻ്റെ ഒരു ജോലി ആവശ്യമായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അപ്പൻ വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് നല്ലൊരു ജോലി, മെച്ചപ്പെട്ടൊരു വരുമാനം ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ വയസ്സ് അത് ഒരു വെല്ലുവിളിയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ. കാരണം അപ്പൻ 56 വയസ്സ്, ഇനി പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാ ഇൻ്റർവ്യൂകളും റിജക്ഷൻ വരും ഒക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചതും അങ്ങനെ തന്നെ എല്ലാ ജോലികളും എല്ലാതും ഞങ്ങൾക്ക് റിജക്ഷനായിരുന്നു വയസ്സിൻ്റെ ഇത് കാരണം. ഞങ്ങളങ്ങനെ അപ്പനോട് വന്ന് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നു. ഒരു ഹോട്ടലിൽ ഒരു മാനേജറുടെ പോസ്റ്റ്. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞങ്ങൾ കൊടുത്തു. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അപ്പൻ ഉടമ്പടി വസ്തുക്കളായ കാശുരൂപം അപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ഉപ്പ്, വെഞ്ചിച്ച ഉപ്പ് കയ്യിലുണ്ടായിരുന്നു. തൈലമെല്ലാം പുരട്ടിയിട്ടാണ് അപ്പൻ ഇൻ്റർവ്യൂവിന് പോയത്. അന്ന് രാവിലെ ഇൻ്റർവ്യൂവിന് അല്ലാതും അവിടെ ചെന്നിട്ടായിരിക്കും ഇൻ്റർവ്യൂ, സ്ഥലത്ത് ചെന്ന് നേരിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് രാവിലെ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന്. ഓഫ്ലൈൻ ആയിരിക്കില്ല, ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് കിട്ടി. പക്ഷെ എൻ്റെ അപ്പന് മാത്രം ആ മെസ്സേജ് വന്നില്ല. അപ്പൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞു,
എന്തായാലും ഇൻ്റർവ്യൂവിന് വന്നതല്ലേ, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനെ മാത്രമാണ് നേരിട്ട് ആ മാഡം ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പന് ഉപ്പ് ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അവിടെ വെതറിയിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു അറിയിക്കാം, വെയിറ്റ് ചെയ്യൂ, അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് വിളി വന്നു, നിങ്ങൾക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളി വന്നത്. അതും ഏകദേശം 40 വർഷത്തോളമായിട്ടുണ്ട് ആ കമ്പനി, മസ്കറ്റിലാണ് ആ കമ്പനി. 40 വർഷത്തോളമായിട്ട് സേവനം ചെയ്യുന്ന ഹോട്ടലാണ്. ഇന്നേ വരെ വിളിക്കാത്തൊരു പോസ്റ്റ്, അത് എൻ്റെ അപ്പന് വേണ്ടി മാത്രമായിട്ട് എൻ്റെ അമ്മയും ഈശോയും തരാണ് ചെയ്തത്. ഇന്നേ വരെ ഹോട്ടൽ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പോസ്റ്റിലേക്കാണ് എൻ്റെ അപ്പന് ഈശോ ജോലി തന്ന് അനുഗ്രഹിച്ചത്. എൻ്റെ അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ജപമാല റാലി 2024 ജപമാല റാലിക്ക് മുമ്പ് എൻ്റെ അപ്പന് ജോലി കിട്ടണമെന്ന്. ജപമാല റാലിക്ക് മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 17-ാം തീയതി എൻ്റെ അപ്പൻ്റെ വിസ വരികയും 18-ാം തീയതി എൻ്റെ അപ്പൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2024 മെയ് മാസത്തിലാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പഠിച്ചത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സാണ്. അപ്പം ഞങ്ങളുടെ കോഴ്സിൽ 6 മാസമെങ്കിലും ട്രെയിനിങ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്റ്റാഫായിട്ട് സാലറി വിത്ത് ജോലി ഞങ്ങൾക്ക് കിട്ടില്ല. മാക്സിമം 6 മാസമെങ്കിലും ഞങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് വേണം. ഞാൻ ഒരു 3 മാസം ട്രെയിനിങ് നടത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ട് പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോൾ വിളിക്കുക പോലും ചെയ്യാത്തൊരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, എന്താ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ഈശോയുടെ വിശുദ്ധ ഉപ്പും അമ്മയുടെ കാശുരൂപവും കയ്യിലും മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. പക്ഷേ ഒരു ചോദ്യം പോലും എന്നോട് അവർ ചോദിച്ചില്ല. നേരെ എന്നെ മാനേജറുടെ റൂമിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു, എന്ന് കയറാൻ പറ്റും നിനക്കെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, അനുപമ നിന്നെ സ്റ്റാഫായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്, വിത്ത് സാലറി ഞങ്ങൾ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടുന്നത്. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് 3 മാസം കൊണ്ട് എനിക്ക് വിത്ത് സാലറി എനിക്കൊരു ജോലി, നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 4മതായിട്ട് എൻ്റെ രോഗശാന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളമായിട്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടിട്ടും ഇൻഫെക്ഷനൊന്നും മാറുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും സ്ഥിരമായിട്ട് ഉടമ്പടി തൈലം ഞാൻ ചെവിയിൽ പുരട്ടുമായിരുന്നു. ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായിട്ട് എനിക്ക് എൻ്റെ ചെവിയിൽ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ വിശുദ്ധ തൈലത്തിൻ്റെ രക്ഷ കൊണ്ടാണ് എൻ്റെ ചെവിയിലെ ഇൻഫെക്ഷൻ മാറിയതെന്ന്. 5മതായിട്ട് എൻ്റെ അമ്മയുടെ രോഗശാന്തിയെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ അമ്മ 2023 വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം ഒരു 10-20 കൊല്ലത്തോളമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, കാരണം യൂറിൻ ഒട്ടും പോവില്ല. ഇഞ്ചക്ഷനുകളൊക്കെ അടിച്ചാൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് യൂറിൻ പിന്നെ പോവുള്ളൂ. അത്രയധികം പഴുപ്പ് ഇങ്ങനെ വന്നിട്ടുള്ള അവസ്ഥയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 23 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. നേരെ എൻ്റെ അമ്മ പോയത് ആശുപത്രിയിലേക്കാണ്, കാരണം അത്രയും കൂടി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഒരു യൂറിൻ പോകാൻ ബുദ്ധിമുട്ടോ ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ അമ്മയുടെ അടിവയറ്റിൽ പുരട്ടും. അതുപോലെ തന്നെ എന്നും രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കും. ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരികയോ മൂത്രം പോകാൻ തടസ്സം അനുഭവപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ചെയ്തിരുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ എല്ലാ ഇടവകകളിലും പോയിട്ട് എല്ലാ വീടുകളിലും ഞങ്ങൾ നടന്നു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടുത്തെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യും, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത്, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൊരി ചോറ് ആർക്കെങ്കിലും ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഞങ്ങൾ കൊണ്ടു കൊടുക്കും.
അതുപോലെ വീടിനടുത്ത് ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെ ശുശ്രൂഷകൾ ചെയ്യുക, അടിച്ചു വാരുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബ പ്രാർത്ഥന. ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും മുടക്കിയിട്ടില്ല. ആദ്യം ഞങ്ങൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബ പ്രതിഷ്ഠ ചൊല്ലി കുരിശ് വരച്ച് ഒക്കെ ചെയ്യാറ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ കുടുംബ പ്രാർത്ഥന ഇതുവരെയായിട്ടും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എന്ത് നേരം വൈകിയാലും, എത്ര രോഗം, എത്ര വയ്യായാലും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. എന്നും പള്ളിയിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ളൊരു അനുഗ്രഹം ഈശോ തന്നു. ഉപ്പും തൈലവും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ പുതിയ വീട് പണിതപ്പോൾ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഉപ്പ് വെതറി, യോഗ്യത ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി ഉപ്പ് വെതറിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ പണി എന്നും തുടങ്ങിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്കിവിടെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി, പുതിയ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യവും ഈശോ തന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. അച്ഛനും മക്കളും എല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു കുടുംബമാണ്. ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്ത അന്നേരെ 6 മാസത്തിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോവുകയും കൂട്ടുകാരിക്ക് കൂടെ പോയത് ഒരു ഇൻ്റർവ്യൂ ആണ്. വിളിക്കാതെ പോയ ഒരു ഇൻ്റർവ്യൂവിൽ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ജോലി ലഭിക്കുകയുമാണ്. 6 മാസത്തെ ട്രെയിനിങ് 3 മാസമായിട്ട് ഷോർട്ട് ടൈം ആക്കുകയും പിന്നീട് ഇൻ്റർവ്യൂവിന് വിളിക്കാത്ത ഒരു ഇൻ്റർവ്യൂവിന് ജോലി കിട്ടുകയും ലഭിക്കുന്നത് ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു സാക്ഷ്യമല്ലേ? ഈശോയും അമ്മയും കൂടെ ഉള്ളപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നിൽക്കുന്ന, നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ യഥാകാലം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യവും. ഇയർ ഇൻഫെക്ഷൻ ആയിരുന്നത്, ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്, അതും ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ആ രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള ഒരു ജീവിതമാണ്. വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ളൊരു ജീവിതമാണ് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്നത്. കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി പദ്ധതി. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, എൻ്റെ വരൻ്റെ ഹൃദയത്തിൽ കാത്തിരിക്കാൻ ഒരു ക്ഷമയും വിശ്വാസവും നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് കൃപയുടെ നിറവിടമായ ഈശോയിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ദൈവം നമുക്ക് അസാധ്യമായത് സാധിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കുമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അനുപമയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൊളുത്തി ആരും പറയുടെ അടിയിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിന്മേലാണ് വെക്കണമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പം വീണ്ടും അമ്മ അത് തന്നെയാണ് ഇവരിലൂടെ സന്ദേശം തരണത്. ഇത് ദീപപീഠത്തിന്മേൽ വെക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും അറിയണം, ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ദീപപീഠത്തിന്മേൽ വെക്കണം, അല്ലാതെ താഴെ വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യരുത്. വിശ്വാസം ഏറ്റുപറയാനും പ്രത്യക്ഷീകരണം ഏറ്റുപറയാനും അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ദൈവിക സ്വർഗീയ നടപടിയായിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി തന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ സന്തോഷ്, ഇതെൻ്റെ മകൻ സാവിയോ സന്തോഷ്. ഞങ്ങൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ സെല്ലിയാമ്പാറ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. യൂട്യൂബ് വഴി സാക്ഷ്യം കണ്ടതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ മോന് അഡിനോയിഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിന് പ്രശ്നമുണ്ടായിരുന്നു. 3-4 വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു. ജനനേന്ദ്രിയത്തിന് വേദന വരുമ്പോൾ അവന് തലകറക്കം ഉണ്ടാകുമായിരുന്നു, മൂക്കിന് ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വരുമായിരുന്നു, പൂർണ്ണമായിട്ടും ശ്വാസം എടുക്കാൻ പറ്റിയിരുന്നില്ല. കഴിഞ്ഞ മാസം ജനുവരി 9-ാം തീയതി ഞാൻ ഇവിടെ പുതുക്കാൻ വരുന്നതിന് മുമ്പായി ഇത് രണ്ടും ശക്തമായിട്ട് ഇവന് കൂടി. അപ്പം ഞാൻ അന്ന് വരുമ്പോൾ ഇവനെ കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി.
അങ്ങനെ ഞാൻ പോന്നപ്പോൾ ഇവനെയും കൂടി ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നു. അത് ബാത്റൂമിൽ പോയി ജനനേന്ദ്രിയത്തിൽ ഇവൻ്റെ ജനനേന്ദ്രിയത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, മൂക്ക് ഓപ്പണായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് വീട്ടിലെ തെർമോക്കോളും കൊണ്ട് അൾത്താര പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ രൂപങ്ങൾ പറക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവന് തൂക്കിയിടാനാന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ മുഖഭാവില്ലേ അതുപോലുള്ള ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു 35 വയസ്സിൽ താഴെ പ്രായം കാണുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കീ ചെയിൻ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിശയിച്ചത് ആരാ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഓർത്തു എൻ്റെ തൊട്ട് പുറകെ നിന്ന് അങ്ങനെ എങ്ങനെ കേട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കീ ചെയിൻ വാങ്ങിച്ചു തരാൻ എനിക്ക് തോന്നുവാന്ന് പറഞ്ഞു. ഭയങ്കര കൃപയാട്ടോ ആ ചേച്ചിയുടെ മുഖത്ത്, ഭയങ്കര സൗമ്യതയാണ്, പഞ്ചപാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, അത് ഏത് പാവങ്ങൾക്ക് കൊടുത്തേരെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാനും ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. ശരിക്കും അധികാരത്തോടു കൂടിയുള്ള പെരുമാറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എൻ്റെ മുമ്പിൽ കയറി നിന്നേച്ചിട്ട് മോനോട് കുനിഞ്ഞ് ചോദിച്ചു, മോന് വേണോന്ന് ചോദിച്ചു. ഇപ്പം ഇവനോട് നേരത്തെ മുതൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പരിചയമില്ലാത്തവർ ആരെന്ത് തന്നാലും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോവണ്ട. ഇവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് അത് ഒതുക്കി മനസ്സിൽ തന്നെ വെക്കാറേ ഉള്ളൂ. എല്ലാം സാധിച്ചു കൊടുക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറയല്ലടാ കണ്ണാന്ന് പറഞ്ഞ് വലത് കൈ കൊണ്ട് ഈ കീ ചെയിന് ഇവൻ്റെ ഈ വലത്ത് പോക്കറ്റിലിട്ട് കൊടുത്തു. ഇവൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഈ അമ്മ ഈ സൈഡിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വലത് കൈ കൊണ്ട് ഇടത് പോക്കറ്റിലിടാനാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവനോട് ചോദിച്ചു, മോൻ ഇതിൽ ഏത് കീ ചെയിനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് മോൻ ഈ കീ ചെയിൻ തരാനാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ഈ കീ ചെയിൻ ഇട്ട് കൊടുത്തു. ആ കയ്യിൽ 2 കീ ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് ഇതാ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമായിരിക്കും, ഉടമ്പടി എടുത്ത് ഇങ്ങനെ കൃപയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് ഞാൻ അത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങ് മാറി നിന്നേച്ചിട്ട് പിന്നെയും തിരിഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് അങ്ങ് നടന്നു പോയി കേട്ടോ. അപ്പം എനിക്ക് ആ ആകെ മൊത്തം എൻ്റെ തലയ്ക്ക് കിട്ടുന്നത്, വേഗം പോയി ആ വാതിലില്ലേ നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുന്ന ആ വാതിൽ, അവിടെ ചെന്ന് നോക്കി നിന്നോളാൻ. അപ്പം ഞാൻ ഇവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നിന്നപ്പം ഈ അമ്മ കുറേ നടന്നങ്ങ് പോകുന്നോടും കണ്ടു. ആ സമയത്ത് തന്നെ ഒരു സെൻറ്റ് നല്ല സുഗന്ധം ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മ നമ്മളെ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. ആ സെൻറ്റിൻ്റെ സ്മെല്ല് തന്നെ ഞാൻ 2ാമത് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ നമ്മുടെ ഇവിടെ സമയ ഘടികാരം നെഞ്ചിലേറ്റി അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അവിടെ നിന്നപ്പോൾ അതുപോലെ സുഗന്ധം അനുഭവപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് ഇങ്ങനെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു, മാതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ആട്ടോ എന്ന് പറഞ്ഞു. അതുപോലത്തെ സുഗന്ധം തന്നെയാണ് അന്ന് അനുഭവപ്പെട്ടത്. ചെറുതായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അപ്പം ഞാൻ ഫുഡ് ഇവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവന് തല കറങ്ങുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ്റെ മനസ്സിൽ എന്നാ വിഷമാവും? പറഞ്ഞു, അമ്മേ ഈ കീച്ചയെ തന്നിട്ട് പോയില്ലേ, അപ്പോൾ ഈ പപ്പ വീട് ചിലപ്പോൾ വഴക്ക് പറയും, ഞാനിങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് തന്നാന്ന് തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു വിഷമിക്കേണ്ട, ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ച് തന്നോളാം, നമുക്കിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ വന്ന് വേറെ കീ ചെയിൻ വാങ്ങിച്ചിട്ട് ബസ്സിൽ കയറിയപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കൊച്ചിനെ കണ്ടു. ആ കൊച്ചിന് ഞാൻ ഈ കീ ചെയിൻ കൊടുത്തു. അതിന് മുമ്പ് എന്നെ ഇത് കൊടുക്കണ്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും കേട്ടോ. ഒരു സൈഡിൽ ദാനമായി കിട്ടി, ദാനമായി തന്നെ കൊടുക്കണം, അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുക. അങ്ങനെ ഞാൻ ആ കൊച്ചിന് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്താ അങ്ങനെ കാണിച്ചത്, അത് മാതാവ് തന്നതല്ലായിരുന്നോ, അത് ചിന്തിക്കാനുള്ള വിവേകം നിനക്ക് ഉണ്ടായില്ല, അതാ സംഭവിച്ചേ, ഇനി പോയത് പോട്ടെ, കൊടുത്തത് ആരുടെയും കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു ആത്മീയമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോടും കൂടി ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, അത് മാതാവ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയൂന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ ചെല്ലുന്നത്. ആ രാത്രിയും
പിറ്റേ ദിവസം ശനിയാഴ്ച ആ രാത്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാനിങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാകും, അങ്ങനെ പറഞ്ഞ വാക്ക്. ഞാൻ ശനിയാഴ്ച ഞങ്ങളെ വണ്ടിയെ കൊണ്ടുവരുന്ന ആ ചേട്ടനോട് വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഞാൻ ശനിയാഴ്ച ഞങ്ങളെ വണ്ടിയെ കൊണ്ടുവരുന്ന ചേട്ടനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ആ വണ്ടിയെ വരുന്ന 2 പിള്ളേരെയും കൊണ്ട് വന്ന അമ്മയുടെ നമ്പർ അറിയാം, എനിക്ക് പേരറിയത്തില്ല, അവരുടെ വീട്ടുപേരറിയില്ല, ഒന്നും അറിയത്തില്ല. ആകെ മൊത്തം ആ ചേട്ടത്തി അന്ന് ബസ്സിൽ വെച്ച് ഒന്ന് അരിശപ്പെട്ടായിരുന്നു കേട്ടോ, അവരുടെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, അരിശപ്പെട്ട ആ ചേട്ടത്തിയുടെ നമ്പർ തരുമോ? പല പ്രാവശ്യം വിളിച്ചിട്ടും ആ ചേട്ടൻ തന്നില്ല. പിന്നെ തരാം എന്നോട് പറഞ്ഞു, പക്ഷേ ആ ചേട്ടൻ്റെ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് തരാതിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല, ഹസ്ബൻഡിനോട് പറയാതെ ഞാൻ പോകുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അപ്പം ഞായറാഴ്ച ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ പോയി തീരാറാകുന്ന സമയത്ത് ആ ചേട്ടൻ എനിക്ക് വിളിച്ച് ഫോൺ നമ്പർ തന്നു. അപ്പോൾ സന്തോഷമായി, ഇനി എനിക്ക് വിളിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ആകെ മൊത്തം വിഷമമായി. ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ, ഇത് കർത്താവിൻ്റെ അമ്മ തന്നതാണ്, എനിക്ക് ഞങ്ങൾക്ക് അത് തിരിച്ചു തരണം. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. അത് ഞങ്ങൾക്ക് മാതാവ് തന്നതാണെങ്കിൽ തിരിച്ചു തന്നാൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു തരണ്ട. എന്നിട്ട് ഞാൻ ആ ചേട്ടൻ പറഞ്ഞ സ്ഥലപ്പേര് ആ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് ഞാൻ ഇറങ്ങിയിട്ട്, ആ സ്ഥലത്തോടടുത്ത് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ ഞാൻ പത്രം കുറച്ച് കൊടുത്തിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മോളി എന്നാ ചേച്ചിയുടെ പേര്, അവരുടെ വീട് അറിയുമോ? ആ ചേട്ടൻ അവിടെയുള്ളവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ പോയി ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എങ്ങനെയാലും എനിക്ക് കാണിച്ചു തരണം, നേരം പോകുന്നേക്കെപ്പോഴെങ്കിലും ഇനി ഇതുകൊണ്ട് എനിക്ക് പോകണം, ഇല്ല എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ കരഞ്ഞ് തീർക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി ലോക്കറ്റും പിടിച്ച് ആ വഴി കൂടെ താഴേക്ക് നടന്ന് ചെന്നപ്പോൾ ഒരു വലിയൊരു വീട് കണ്ടു. അതല്ലാന്ന് എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു വീട് കണ്ടു. അപ്പോൾ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അവിടെ ചെന്നതേ ആ ഒരു കൊച്ച് 2 പിള്ളേരെയും കൊണ്ട് 2 പിള്ളേരുണ്ടായിരുന്നു, അതിലൊരു കൊച്ചു മുറ്റത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ കീസയും കൊടുത്ത് ആ കൊച്ചിനെ വിളിച്ചു. ആ സമയത്ത് ഞാൻ മുറ്റത്തേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടാവുക കേട്ടോ, ശരിക്കും ശരീരം കുളിര് കൂറുന്ന പോലത്തെ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നത് തന്നെയാണ്, ഞാൻ കാണിച്ചതായിരുന്നു പൊട്ടത്തരമെന്ന്. അപ്പം ഞാൻ കൊച്ചിനോട് ചോദിച്ചു, മോനെ ചേച്ചി തന്ന കീച്ചയും മോൻ്റെ കയ്യിലുണ്ടോ? അപ്പോൾ ആ കൊച്ച് എന്നോട് പറഞ്ഞു ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് എടുത്തു തന്നു. ഞാനത് വേഗം പോക്കറ്റിലിട്ടിട്ട് 80 രൂപ ഞാൻ ആ കൊച്ചിന് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോൻ്റെ മനസ്സ് വേദനിക്കരുത്, ചേച്ചി അറിയാതെ മോന് തന്നു പോയത്, ഇത് വേറൊരാളുടെയാണ്, മോൻ ഇതുപോലൊരെണ്ണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് എൻ്റെ മോന്, മാതാവ് കണ്ണാന്ന് വിളിച്ച മോന്, അവൻ്റെ കയ്യിൽ ഞാനത് ഏൽപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും രോഗങ്ങൾ കടുത്തു കേട്ടോ. ചേട്ടനാ മാതാവാന്ന് പറഞ്ഞ് ആദ്യമേ മാതാവ് തന്നതാന്ന് പറഞ്ഞത്. ചേട്ടൻ്റെ കണ്ണിൽ കരട് വീണിട്ട് ഇൻഫെക്ഷനായി, മരുന്ന് വാങ്ങിച്ചിട്ട് കുറഞ്ഞില്ല. ആ ഒപ്പം തന്നെ ഇവന് ജനനേന്ദ്രിയത്തിന് വേദന കൂടി. അങ്ങനെ പക്ഷേ ഇത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. ഇവൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ തൊലി ബാക്കിലേക്ക് പൊട്ടി മാറി. അത് ബാക്കിലേക്ക് മാറാത്തതുകൊണ്ടാണ് വേദന എടുത്തുകൊണ്ടിരുന്നത്, തല കറങ്ങിക്കൊണ്ടിരുന്നത്. അത് ചെറിയൊരു ഭാഗം മാത്രം വിടാൻ ബാക്കിയായിട്ട് നിന്നു. അതിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റേ വേണ്ടി വന്നുള്ളൂ. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടതാണ്. ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തന്നതാണ്. അല്ലെങ്കിൽ ഇത് 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. മാതാവിന് ഈശോയ്ക്കും നന്ദി. അടുത്തതായിട്ട് പറയാനുള്ളത്, എനിക്കൊരു വിഷമം കയറുന്ന പോലത്തെ ഒരു പീഡയുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷമം കയറുന്ന പോലത്തെ പീഡ വരുമ്പോൾ പൈശാചികമായിട്ടുള്ളൊരു പീഡ തന്നെയാണ്. ആ സമയത്ത് എനിക്കത് പറയണമെങ്കിൽ ഒരു മനുഷ്യൻ എന്നെ കുത്തിക്കൊന്നാൽ അതിലും പുണ്യം കിട്ടും, അതുപോലെ ശക്തമാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു നോക്കി, മാറുന്നില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാതാവ് വഴി ഈശോ എനിക്ക് മാറ്റി തന്നു. മാതാവ് അതിനു മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു, സേവ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എൻ്റെ സ്വർഗസ്നായ പിതാവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നതാണ്. ഈ മാതാവ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറയാൻ കാരണം ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളോട് പറഞ്ഞത് ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ വന്ന അമ്മയുടെ കയ്യിലുണ്ടല്ലോ, ഈ കയ്യിൽ ഒരു പൊതി മാത്രമേ ഉള്ളൂ, പേഴ്സില്ല, ബാഗില്ല, ഒന്നുമില്ല. ഈ കയ്യിൽ 2 കീച്ചയും മാത്രം. ഈ കയ്യിൽ ഇവിടെ നമ്മൾ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാക്കറ്റ്. അതുകൊണ്ട് എങ്ങനെ അച്ഛനെ കാണുന്നേ? ഉടമ്പടി എടുക്കുന്ന പത്രം വേണം, അതുകൂടാതെ അച്ഛനെ കാണാനുള്ള ഡീറ്റെയിൽസ് വേണം. ഇതൊന്നും ആ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാലോ, അത് അമ്മ നുണ പറഞ്ഞിട്ടുമില്ല. അമ്മേനെ കാണാനുള്ള കാഴ്ച ഞങ്ങൾക്ക് ഉണ്ടായില്ല, അത് തന്നെയാണ് സത്യം. പിന്നെ അമ്മ നോക്കുന്ന നോട്ടം, എനിക്ക് ഈ കീസയും കൈ കിട്ടിക്കഴിഞ്ഞിട്ടാട്ടോ ഇത് 2ഉം ബോധ്യമാകുന്നത്. ഈ മാതാവിൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിച്ചേ, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി. ഈ അമ്മ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്ന ഇത്രയും കവിളുണ്ടായിരുന്നില്ല.
അത് മാത്രം എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ഹൈറ്റൊക്കെ എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ, നോർമൽ ഗ്രാമറാണ് തോന്നിയത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മാതാവിനെ ചിന്തിച്ച് വെച്ചിട്ട് നല്ല ഹൈറ്റുള്ള അമ്മ, അതിസുന്ദരിയായ അമ്മ, അങ്ങനെയൊക്കെ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാതെ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ ഫോട്ടോ വരയ്ക്കാനിടയായത്, എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ മുതൽ ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വരച്ചു വന്നപ്പോൾ സമയഘടികാരം വെച്ച അമ്മേനെ വരയ്ക്കണമെന്ന് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനാണ് ഈ അമ്മേനെ ഫോട്ടോ വരച്ചു. വീട്ടിനുള്ളിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് വരച്ച് വെച്ചത്. പക്ഷേ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം, മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്, അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ആ വചനം വിശ്വസിച്ചാണ് ഞാൻ ഈ ചിത്രം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കൈയടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാടിപ്പെട്ടിയിൽ 2011 മാതാവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ ഫെയിൻ്റായി പോയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. എന്നോട് അമ്മ അന്ന് മനസ്സിൽ തോന്നിച്ച ആദി, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ്, വാടിപ്പെട്ടിയേക്കാൾ വ്യക്തമായിട്ടാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഈ 2004 തൊട്ട് 2011 വരെ ഈ വിഷയത്തിലൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പേടിയായിട്ടാണ് ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് ധ്യാനകേന്ദ്രത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണെന്ന് സഭ വിചാരിക്കും, പിന്നെ സഭയിൽ നിന്ന് സസ്പെൻഷനൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണെന്ന് അമ്മയോട് പറഞ്ഞു. സ്വരത്തിൽ പറഞ്ഞില്ല, മനസ്സിൽ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. അടുത്ത് കയറാൻ കഴിയാതെ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നെനിക്ക്. വിജയകുമാറിന് ഞാൻ 1000 രൂപ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി നേർച്ചയിടാൻ പറഞ്ഞു. അതിന് വിജയകുമാർ സാക്ഷിയാണ്. ഞാൻ തിരിച്ചു പോരുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമേ എന്നാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ജോമോൾ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അവർ ജസ്റ്റ് വന്നൊരു കാലമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സാധാരണ ആധ്യാത്മിക വിഷയങ്ങളൊക്കെ എഴുതുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും ഇവരായിരുന്നു ഇവിടുത്തെ സെക്രട്ടറി, ലൈബ്രറിയുടെ സെക്രട്ടറി, കൾച്ചറൽ സെക്രട്ടറിയൊക്കെ. അപ്പം ഞാൻ ജോമോൾ സിസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നു വാടിപ്പെട്ടിയിൽ. അപ്പം എന്നോട് ചോദിച്ചു, മെസ്സേജ് എടുത്തില്ലേ ബൈബിള്? ഞാൻ പറഞ്ഞു മെസ്സേജ് എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് മെസ്സേജ് കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, വിളക്ക് കൊളുത്തി ആരും പറയുടെ അടിയിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിന്മേലാണ് വെക്കണതെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ്. ഇപ്പം വീണ്ടും അമ്മ അത് തന്നെയാണ് ഇവരിലൂടെ സന്ദേശം തരണത്. ഇത് ദീപപീഠത്തിന്മേൽ വെക്കാനുള്ളതാണ്. എല്ലാ മനുഷ്യരും അറിയണം, ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ദീപപീഠത്തിന്മേൽ വെക്കണം, അല്ലാതെ താഴെ വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യരുത്. വിശ്വാസം ഏറ്റുപറയാനും പ്രത്യക്ഷീകരണം ഏറ്റുപറയാനും അതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ദൈവിക സ്വർഗീയ നടപടിയായിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി തന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വകാര്യമായ ജീവിത പ്രശ്നങ്ങളിലേക്ക് കുടുങ്ങിപ്പോരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസം ദീപപീഠത്തിൽ വെച്ചുകൊണ്ട് 10 മനുഷ്യരുടെ മുമ്പിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അക്രൈസ്തവ സഹോദരങ്ങൾക്ക് സാക്ഷ്യം പറയുമ്പോൾ അവർ പ്രത്യേകം പറയും, അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയെന്ന്. അപ്പോൾ അവർക്ക് ബോധമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നത് കൃപാസനത്തിൽ. ഇതൊരു ധ്യാന കേന്ദ്രമൊന്നുമല്ല, മറിച്ച് ദൈവിക പ്രത്യക്ഷപ്പെടലിന് സ്വർഗീയമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ലോകം മുഴുവൻ അറിയേണ്ടതാണ്. അങ്ങനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യണതെന്നുള്ള ബോധ്യം വീണ്ടും അമ്മ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കൈയടിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് നന്ദി പറയാം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അമ്മ പറഞ്ഞ പോലെ മൂക്കിന് ജനനത്തിന് അസുഖം മാറ്റിത്തന്ന കൃപാസന മാതാവിൻ്റെ തൃത്വ ദൈവത്തിന് ഓടാനും കൂടി നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം 9-ാം തീയതി ഞങ്ങളിവിടെ ഒന്ന് പോവാനിരിക്കുമ്പം ഈ മാതാവിൻ്റെ മോഭാവമുള്ള ഒരു
ചേച്ചി ഞങ്ങളടുത്ത് വന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചു കീച്ചെയിൻ വാങ്ങിച്ചോന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് നിങ്ങൾക്കൊരു കീച്ചെയിൻ മേടിച്ച് തരാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അയ്യോ വേണ്ട, എന്തിനും പാവങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു ഞാനിങ്ങനെ കൊണ്ടു തന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ കയറി നിന്നിട്ട് കുഞ്ഞ് എന്നോട് ചോദിച്ചു മോന് വേണമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ പറയല്ലേടാ കണ്ണാന്ന് പറഞ്ഞ് എൻ്റെ വലുത് കവിളി പിടിച്ചു. എന്നിട്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ 2 കീച്ചെയിൻ കാണിച്ചിട്ട് ചോദിച്ചു മോന് ഇതിലേതാ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം എൻ്റെ കർത്താവിൻ്റെ അമ്മ എനിക്ക് മോന് ഇതാ തരാൻ തോന്നുന്നതെന്ന് പറഞ്ഞ് എൻ്റെ വലുത് പോക്കറ്റിൽ ഈ കീച്ചെയിൻ ഇട്ടിട്ട് ഇത് നീങ്ങി നിന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു, മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മോൻ്റെ എല്ലാ അസുഖവും മാറിക്കോളും. എന്നിട്ട് പോയി. ഉടമ്പടി എഴുത്ത് വഴി ആത്മീയമായിട്ട് ദൈവമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നേടി ഇത്രയും പുതുക്കിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നേടിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരു വിഷമം വന്നാലും എന്നോട് പറയാറുണ്ട്, ദൈവം ഉണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ വെച്ചാലുണ്ടല്ലോ അവഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ വലിയ സ്നേഹമൊന്നും കിട്ടേണ്ട പരിഗണന കിട്ടാതെയൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ സാധിക്കും എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് സ്ഥാനമുണ്ട്. ആ സ്നേഹം കൂടുതലായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് ഞങ്ങൾ രോഗികൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. പ്രായമായ അമ്മമാരെ ചെന്ന് കണ്ട് അവർക്ക് ചെറിയ ഫുഡുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പത്രം വിതരണം ചെയ്ത് പൊതുസ്ഥലങ്ങളിലാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ത്രിത്വിക ദൈവത്തിനും കോടാനും കോടി നന്ദി. 65-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ദിവ്യ എന്ന ഈ മകളും മകനുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് വേണ്ടി മകനുള്ള സൗഖ്യവും മകനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഒരു സൗഖ്യം നൽകിയതെന്ന് അമ്മ ദിവ്യ ഇവിടെ ഏറ്റുപറയുകയാണ്. യൂട്യൂബ് വഴിയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇവർ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അഡിനോയിഡ് എന്നുള്ള മകൻ്റെ ശ്വാസതടസ്സവും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിലുണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം 4 വർഷമായിട്ടുണ്ടായിരുന്ന ഈ അസ്വസ്ഥതകളെല്ലാം ഒരു ഞൊടിയിടയിലാണ് ഒരു വലിയ വേദന കൊടുത്തപ്പോഴാണ് ഞാനിത് സൗഖ്യപ്പെടുത്താൻ പോകുന്നു, ഒന്ന് ഡോക്ടറുടെ അടുത്ത് പോയി ആ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യുക എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മ നൽകിയ ആ സന്ദേശം. ആ സന്ദേശത്തിലൂടെ മകനെ പൂർണ്ണമായ ഒരു സൗഖ്യമാണ് നൽകിയത്. അതുപോലെ തന്നെ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് ഈ സഹോദരിയുടെ പറയുകയുണ്ടായി. ഓരോരുത്തർക്കും പ്രത്യേക തരത്തിലുള്ള സുഗന്ധാഭിഷേകം പല സമയങ്ങളിലായി ഒരേ അഭിഷേകം ഒരേ സുഗന്ധം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മോട് നമ്മുടെ അടുത്ത് പ്രത്യേകമായി പരിഗണനയോടുകൂടി വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മകൾക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോഴെല്ലാം ഇവരുടെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ പ്രയോഗവും ഇവർക്ക് ഈശോയെ പ്രഘോഷിക്കുവാനും എൻ്റെ ഈ ദീപം മലമുകളിൽ കത്തി നിൽക്കേണ്ടതാണെന്നുള്ളൊരു വലിയ വിശ്വാസദാർഢ്യവും ഈ മകൾക്കുണ്ടായിരിക്കുകയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസം ഒരിക്കലും പറയുടെ കീഴിൽ അടച്ചു വയ്ക്കാതെ അല്ലെങ്കിൽ മറച്ചു വയ്ക്കാതെ എല്ലായ്പ്പോഴും എല്ലാവരോടും പ്രഘോഷിക്കുവാനും ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള പറയാനുള്ള വലിയ ചങ്കൂറ്റം നമുക്കുണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുകയാണ്. ദിവ്യ എന്ന മകൾ പറയുന്നതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ലോക ദുരന്തങ്ങളുടെ മേലുള്ള നിയന്ത്രണം വിട്ടുപോയ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുക. അത് തിരിച്ചറിയുന്നവർ
എല്ലാവരാണ് ഉടമ്പടിയെടുത്ത് ശക്തമായി ഈശോയെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച സൗഖ്യത്തിനും സമാധാനത്തിനും ആത്മീയ ഉണർവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകമായി ജോസഫ് അച്ഛൻ്റെ ഈ സന്ദേശത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷി നമുക്ക്. എൻ്റെ പേര് പാർവതി നിയാസ്, ഇതെൻ്റെ ഹസ്ബൻഡ് നിയാസ്, എൻ്റെ മകൾ ശ്രേയ പാർവതി. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് ആയതിന് പകരം കാലിൽ സ്റ്റീലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷമാണ് ഹസ്ബൻഡിന് നടക്കാൻ വരെ സാധിക്കാൻ തുടങ്ങിയത്. ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹം പ്രകാരം ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കാലിന് സ്റ്റീലിട്ട് കാരണം ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തി നടക്കാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡ് വളരെ ബുദ്ധിമുട്ടിയാണ് ഹസ്ബൻഡ് നടന്നത്. 1 മണി വരെ ഹസ്ബൻഡ് നടന്നു. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല. കാരണം കാല് വേദനയും നടുവേദനയും ഒക്കെ ആയിട്ട് സ്റ്റീലിട്ടത് കാരണം ഒട്ടും തന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിനി ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നടക്കണ്ട, ഇവിടുന്ന് തിരിച്ച് പോയിക്കോ, ഞാനിത് കംപ്ലീറ്റ് ആക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെയും മാതാവിനെയും ഞാൻ മുറുക്കെ കൈ പിടിച്ച് ഞാനും കറക്റ്റ് 3 മണിയായപ്പോൾ അർത്തിങ്ക് പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് ഹസ്ബൻഡിന് നടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തീരെ വയ്യാത്തതുകൊണ്ടല്ലേ ഇത്രയും നടന്നില്ലേ എന്നുള്ളത്. പിറ്റേ ദിവസം എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പോൾ സ്റ്റെപ്പ് കയറി മേലേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പോൾ തീരെ വയ്യാണ്ട് നടക്കാൻ പോലും പറ്റാണ്ട് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഹസ്ബൻഡ് ഞാൻ മേലേക്ക് കൊണ്ടുപോയി റൂമിൽ എത്തിച്ചത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കേണ്ടതായത് കാരണം വേഗം നേരത്തെ എഴുന്നേറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഓർക്കാതെ തന്നെ അത് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ആരുടെയും ഒരു സഹായമില്ലാതെ സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും അതുപോലെ സ്പീഡിൽ ഇറങ്ങി പോവും, സ്പീഡിൽ കയറി വരും. അതുതന്നെ വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ടും നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഒരു ഗ്രില്ല് പിടിച്ച് ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് വേണം മറ്റേത് ഒരു കാല് 2 വെച്ചിട്ട് വേണം കയറാനായിട്ട്. പക്ഷേ ഇത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഒരു വേദനയോ കാലിനൊരു ബുദ്ധിമുട്ടോ ഒരു കാലിന് സ്റ്റീലിട്ടതായിട്ടുള്ള ഒരു ഇതും ഇല്ലാണ്ടാണ് ഹസ്ബൻഡ് സ്റ്റെപ്പ് ഇറങ്ങിയതും കയറിയതും. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അത് സാധിച്ചത്? മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ജപമാല റാലിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമത് കിട്ടിയ എൻ്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ മകൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അത് ഞാനിവിടെ എൻ്റെ മകൾക്ക് പോലും അറിയില്ല. ഞാൻ ഇപ്പോഴാണ് അവളത് കേൾക്കുമ്പോഴായിരിക്കും അവൾ അറിയുന്നുണ്ടാവുക. അവൾക്ക് 6ാം ക്ലാസ്സിലേക്ക് നവോദയയിലേക്കും സൈനികയിലേക്കും എക്സാം എഴുതിയിരുന്നു. അവൾ ഒന്നും പഠിക്കാതെയാണ്. കാരണം നവോദയം സൈനിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് എക്സാമാണ്. അവൾ നവോദയ കുറച്ചൊക്കെ നോക്കിയിട്ടാണ് അവൾ പോയിരുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നവോദയ പോയി എഴുതിയതും എല്ലാം ചെയ്തത്. അപ്പം സൈനിക എന്ന് പറഞ്ഞാൽ അവൾക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള പോലെ നീ എഴുതിക്കോ, അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്രയ്ക്കും ടഫാണ് സൈനിക. അവൾ കേരള സിലബസാണ്. ഇത് CBSE ആണ് എക്സാം വന്നിരിക്കുന്നത്. അവൾക്ക് റിസർവേഷൻ ലിസ്റ്റിൽ 75 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ മാർക്ക് കുറവാണ് വന്നത്. പക്ഷേ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നു. നവോദയ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. റിസൾട്ട് വരാത്തതിൽ അതിലും വലിയ ടെൻഷനായിരുന്നു എനിക്ക്. എന്താണ് നവോദയൻ്റെ റിസൾട്ട് വരാത്തത്? അതിൽ ചെറിയൊരു പ്രതീക്ഷ മാത്രം. മാതാവിനെ ഞാൻ ഈശോ വഴി ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മാതാവിന് നവോദയൻ്റെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ 75 എന്നും 80 മാർക്കൊന്നും ഞാൻ എഴുതിയിട്ട് ബൈബിളിൽ ഞാൻ വെച്ചിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് 79 മാർക്കിൽ അവൾ പാസ്സായി. ഒട്ടും തന്നെ പഠിക്കാതെ പോയി എഴുതിയ
എക്സാം ആയിരുന്നു അത്. എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നതെന്ന് എനിക്ക് ഇത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയ്ക്കും അർഹതയില്ലാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു. അവൾ ഒന്നും പറഞ്ഞ് നോക്കാതെ പോയി എഴുതിയ എക്സാം ആയിരുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തികൾ ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെയും പത്രം കൊടുക്കും. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്ന പോലെ തന്നെ ഞങ്ങൾ പൈസ ആയാലും അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ, കൂടുതലൊന്നും കൊടുക്കാനില്ലെങ്കിലും പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ അത് കൊടുക്കാറുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി ഇത് 13ാമത്തെയാണ് ഞാൻ പുതുക്കുന്നത്. ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിത് അമ്മയുടെ ഒരു ഉടമ്പടി എനിക്ക് പുതുക്കാന്ന് പറഞ്ഞത്. അതെനിക്ക് അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിക്കുക എന്നതിലും വലുത് എനിക്ക് എൻ്റെ ഉടമ്പടിയും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉറപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബവും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ മോള് അനുഗ്രഹം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് തന്ന ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 37-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് വചനത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്നതെന്ന് തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്നോ ലേപനമോ അല്ല, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മരുന്നോ ലേപനമോ അല്ല, ദൈവമായ കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെയാണ് നമുക്ക് സൗഖ്യം നൽകുന്നത് എന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. പാർവതി എന്ന ഈ സഹോദരി ജീവിത പങ്കാളി നിയാസിനോടും മകളോടും കൂടി വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. പാർവതിയുടെ വാക്കുകളിൽ, എനിക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയല്ല ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഞാൻ കണ്ടിന്യൂസായി 13ാമത്തെ പ്രാവശ്യമാണിപ്പോൾ പുതുക്കിയിരിക്കുന്നത്. അത് എൻ്റെ അനുഗ്രഹങ്ങൾ സാധിക്കുക എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്നിൽ രൂപപ്പെടണമെന്നും ക്രിസ്തു കൈമാറ്റം നടത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ കുടുംബം അൾത്താരയിൽ കയറി നിൽക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതാണ് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ സേവകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ ഉടമ്പടിയിലെ ഒരു വലിയ കർത്തവ്യം അത് തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അവൻ പറയുന്നത് മറ്റൊന്നുമല്ല, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷം നൽകുക എന്നുള്ള ഒരു വലിയ ദൗത്യവും ഒരു പ്രയോഗവുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നാം എവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ആന്തരിക ബോധ്യമുള്ളവർക്ക് മാത്രമേ ആ അഭിഷേക തൈലം പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയാസിൻ്റെ ജീവിത പങ്കാളിയുടെ കാലിലുണ്ടായ ഒരു ഒടിവ് അവരുടെ എല്ലുകൾക്ക് ഒടിച്ചേരാനായി വലിയ ബുദ്ധിമുട്ടായിരുന്നു. എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിന് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജപമാല റാലിയിൽ വളരെ സങ്കടത്തോടുകൂടി വേദനയോടുകൂടി തന്നെ ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൂർണ്ണമായും 7 മണിക്കൂർ കൃത്യമായി നടന്നു. അദ്ദേഹത്തിന് മുന്നോട്ടൊരടി വയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പാർവതി തന്നെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ഞാൻ ഈ ഉടമ്പടിയിലെ നിയോഗം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സാക്രിഫൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. കൃത്യം ഈശോയുടെ ആ മരണസമയം 3 മണിക്ക് അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം പാർവതിക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നമ്മുടെ നിയോഗവും നമ്മുടെ പ്രവൃത്തിയും പ്രയോഗവും പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും എല്ലാം ഒന്നിച്ച് ചേർന്ന് ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് പാർവതിയുടെ ഈ ഏറ്റുപറച്ചിൽ നമുക്ക് മനസ്സിലാകുന്നത്.
അതുപോലെ തന്നെ മകളുടെ സൈനിക എക്സാം, നമുക്കറിയാവുന്നതുപോലെ സൈനിക എക്സാം വളരെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. നാഷണൽ സിലബസ് ഉള്ളതുകൊണ്ട് അത് കുട്ടികൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലിട്ട് കുഴയ്ക്കുന്ന ഒരു തരം എക്സാമാണ്. അത് 6ാം ക്ലാസ്സിലേക്ക് ഒരു മകൾക്ക് ഇവിടുത്തെ നവോദയേക്കാൾ ടഫായിട്ടുള്ളതാണ്. പക്ഷേ ആ സൈനികയുടെ റിസൾട്ട് തന്നെ ഇവരെ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഓടിയൊന്ന് പരിശുദ്ധ അമ്മയോട് വളരെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറയാനുള്ള ഒരു വലിയ ഉത്സാഹത്തോടു കൂടിയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ നിന്ന് നന്ദി പറയുന്നത്. ഒരു തവണ ഈശോ നമ്മെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ തൊടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള ഒരു വിളി കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈശോ നമ്മെ തൊട്ടറിഞ്ഞ അനുഭവങ്ങളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ഈശോയെ തൊടാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ സ്പർശിക്കാനുള്ള പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഉത്സാഹം കൂടും. നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ ജീവിത പ്രയോഗങ്ങളുടെയും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളുടെയും അളവും പ്രയോഗവും കൂടും എന്ന് എപ്പോഴും നമ്മെ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്താൻ നാം വചനത്തിൽ വിശ്വസിക്കുകയും വചനം കൈമാറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർവതിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾ